ദൈവത്തെ കാണുന്നത് പോലെ വേണം അവനെ ആരാധിക്കാൻ. എന്നുള്ളതിന്റെ ലാഹിരിയായ നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട്. ഇവിടെ ദൈവം എന്ന് പ്രയോഗിച്ചു. അത് ഇൻഷാ അല്ലാഹ് അതിന്റെ വിശദീകരണം വരുന്നുണ്ട്. ഇദ്ദേഹം ഞങ്ങളുടെ വന്യരായ ഷെയ്ഖുനായുടെ കിതാബിൽ അവിടെ അള്ളാഹുവിന് പകരം വേറൊരു പദം ഉപയോഗിച്ചപ്പോൾ ഇദ്ദേഹം കളിയാക്കിയിട്ട് അള്ളാഹുവിനെ ദൈവം എന്നൊന്നും വിളിക്കാൻ പാടില്ല എന്നൊക്കെ വലിയ സംഭവമാക്കി അവതരിപ്പിക്കുന്നുണ്ട്. അവിടെ ഞാൻ ഇൻഷാ അല്ലാഹ് ഇതും ചിലപ്പോൾ വീണ്ടും ഒന്നും കൂടി ഞാനൊന്ന് ഉണർത്തി കാണിക്കും. അവിടേക്ക് ഇതും ചിലപ്പോൾ ഇനി ആവശ്യം വരുമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. എന്തായാലും ഈ സോവനീറിൽ പറയുന്നുണ്ട് എന്ന് അതിന്റെ ലാഹിരിയായ ഒരർത്ഥം. അതിന്റെ പുറമെ ഇനി പറയട്ടെ, ശരിക്കും ശ്രദ്ധിക്കണം കുരിപ്പുഴി. നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട് എന്ന വചനം അടിസ്ഥാനമാക്കി സൂഫികൾ പറയുന്നത് എന്ന വചനം അടിസ്ഥാനമാക്കി സൂഫികൾ പറയുന്നത് നീ എന്ന നിന്റെ സ്വത്വം ഇല്ലാതാവുമ്പോഴേ നിനക്ക് അള്ളാഹുവിനെ കാണാൻ കഴിയൂ എന്നാണ്. ഇതല്ലേ ഞങ്ങളുടെ വന്യരായ ശൈഖുന ഞങ്ങളുടെ വാജിബാത്ത് മാലയിൽ എഴുതി വെച്ചത് അല്ലേ? ഇതല്ലാത്ത വേറെന്തോ ഒന്നാണോ? തലച്ചൂറില്ലേ ഇയാളത് പിണ്ണാക്കി തലയിൽ അങ്ങനെയൊക്കെ തോന്നിപ്പോവാ. അയാളുടെ വർത്തമാനം കേട്ട് പിണ്ണാക്കാണെന്ന് തോന്നിപ്പോവാ. കണ്ടോ, ഞങ്ങളുടെ ഈ സോവനീറിനും ഞങ്ങളുടെ വന്യരായ ശൈഖുനായുടെ വാജിബാത്ത് മാലയിലുള്ള തമ്മിലുള്ള എന്താ വ്യത്യാസം? ഇയാൾ പാരം നെഞ്ചിട്ടാ കയറിയത്, AP സ്ഥാനം നെഞ്ചിട്ടല്ലേ കയറിയത്? അയാൾ മൂപ്പരാവസ്ഥതല്ല. കുന്തത്തേരിക്കാരോടുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടി ഇയാളെ എതിർക്കുമ്പോൾ സ്വന്തം ഉസ്താദുമാരെയും മഹാന്മാരെയും അറിയാതെ എതിർത്തു പോകുന്നുണ്ട് എന്നുള്ള ഒരു ഗൗരവം ഇയാൾ മനസ്സിലാക്കുന്നില്ല. ഇനി ഞാൻ വളരെ ഗൗരവത്തോടുകൂടെ ഒരു വിഷയം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ. ഇയാള് ഞങ്ങളുടെ വന്യരായ ശൈഖുന ഇങ്ങനൊരു അർത്ഥം റസൂലുള്ളാഹിന്റെ മേല് കച്ചകെട്ടി പറഞ്ഞതാണെന്ന് പറഞ്ഞുകൊണ്ട് ഇയാള് ഞങ്ങളുടെ വന്യരായ ശൈഖുനായെ സംബന്ധിച്ച് ഒരു ഹദീസ് പറഞ്ഞുകൊണ്ട് ഇയാൾ എതിർക്കുന്നുണ്ട്. മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫലതബവ്വ മഖഅദഹു മിനൻ നാർ. എന്റെ മേല് ഒരാൾ മനഃപൂർവ്വം കളവ് പറഞ്ഞാൽ ഫലതബവ്വ മഖഅദഹു മിനൻ നാർ, അവൻ നരകത്തിൽ ഒരു ഇരിപ്പിടം തയ്യാറാക്കി കൊള്ളട്ടെ. ഈ ഹദീസ് ഞങ്ങളുടെ വന്യരായ ശൈഖുനായുടെ മേൽ ഓതി. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞങ്ങളുടെ വന്യരായ ശൈഖുന പറഞ്ഞത് മർക്കസുൽ സഖാഫത്തി സുന്നിയുടെ സോവനീറിൽ പറഞ്ഞ അതേ ആശയമാണ്. റസൂലുള്ളാഹിന്റെ മേൽ ഞങ്ങളുടെ വന്യരായ ശൈഖുന പച്ചക്കള്ളം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈ ഹദീസ് വളരെ ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്കറിയോ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരാള് ഫാസിഖാണെന്ന് വിളിച്ചാൽ, ഒരു മുഅ്മിനായ മനുഷ്യൻ മറ്റൊരു മുഅ്മിനായ മനുഷ്യനെ ഫാസിഖാണെന്ന് വിളിച്ചാൽ, ആ ഫാസിഖാണെന്ന് വിളിച്ച ആ വാക്ക് ഈ ഫാസിഖാണെന്ന് ആരെയാണോ വിളിച്ചത് അയാളടുത്ത് ചെന്ന് നോക്കിയിട്ട് അയാൾ ഫാസിഖല്ല എന്ന് ബോധ്യമായാൽ ആ വാക്ക് അവനിലേക്ക് തന്നെ തിരിച്ചു വരികയും ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ വചനം കൂടി ഇയാളെ ഉണർത്തി. ഇയാൾ എന്തെല്ലാം കാര്യങ്ങളാണ് എതിർത്ത് സംസാരിച്ച് മഹാന്മാരെ എതിർത്ത്, അതുപോലെ തന്നെ ഒരുപാട് മശായിഖന്മാരെ എതിർത്ത് സംസാരിച്ചത് ഇയാളുടെ ജഹാനത്ത് കൊണ്ട് മാത്രമാണെന്ന് ഉണർത്തിക്കൊണ്ട് ഞാൻ അടുത്ത വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഞങ്ങളുടെ വന്യരായ ശൈഖുനായുടെ വാജിബാത്ത് മാലയെ എതിർത്ത് ഒരു ജഹാലത്ത് വിളമ്പുന്നുണ്ട്. അതൊന്ന് നിങ്ങൾ കേട്ട് നോക്കൂ. ഇവിടെ വാജിബാത്ത് മാലയുടെ 14-ാമത്തെ പേജ് നോക്കൂ. ഉന്നാം മസ്സു ഫർജിൽ ആദമി ഈ പോലെയാമേ, ഉള്ളിൽ സുബോധം ഇല്ലാതാകലും പിന്നെ തൂങ്ങൽ വയ്യേ മറ്റുള്ള നൗമും ഇംവിധം തന്നെ. ഉന്നാം മസ്സു ഫർജിൽ ആദമി, മനുഷ്യന്റെ ഫർജിനെ തുടൽ കൊണ്ട് ഉണുമുറിയും എന്നാണ് അയാൾ എഴുതി വെക്കുന്നത്. അത് മുൻകൈയിന്റെ പള്ള കൊണ്ട് തൊട്ടാൽ മാത്രമേ ഉണുമുറിയുകയുള്ളൂ എന്ന കാര്യം ശരിക്കും മനസ്സിലാക്കണം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞങ്ങളുടെ വന്യരായ ശൈഖുന വാജിബാത്ത് മാല, ആ വാജിബാത്ത് മാലയെ കുറിച്ച് ഒരുപാട് ഇൽമുകൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. ആ വാജിബാത്ത് മാലയുടെ വിശദീകരണത്തിൽ ഉദൂ മുറിയുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ ഉദൂ മുറിയുന്ന കാര്യങ്ങളിൽ വന്യരായ ശൈഖുന
ഉളൂ മുറിയുന്ന കാര്യങ്ങളിൽ മുൻകൈയിന്റെ പള്ള കൊണ്ട് മനുഷ്യന്റെ ഗുഹ്യസ്ഥാനം തൊടുക, ഇത് ഉളൂ മുറിയുന്ന കാര്യങ്ങളിൽ ഒരു കാര്യമാണ്. അവിടെ വാജിബാത്ത് മാലയിൽ മസ്സു ഫർജിൽ ആദമിയെ ബി ബത്തിനി കഫിൻ എന്ന് മുൻകൈയിന്റെ പള്ള കൊണ്ട് തൊടുക എന്ന് പറഞ്ഞിട്ടില്ല. മറ്റ് മസ്സു ഫർജിൽ ആദമിയെ എന്നേ ബേസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ബി ബത്തിനി കഫിൻ എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആ മസാല ശരിയല്ല. അതുകൊണ്ട് ആ ഷേഖ് ഫാക്ടറായി എങ്ങനെയുണ്ട് ഇപ്പൊ കൊണ്ടുപോകുന്ന റൂട്ടല്ലേ, ഷേഖിനെ പേപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്ന റൂട്ടാണ്. ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്ന് കടക്കാം. ഇവന് എല്ലായിടത്തും തൊലി നമുക്ക് ഊരണം. വാജിബാത്തുമാലയിൽ വന്യരായ ശേഖുന മസ്തുബർദിൽ ആദമിയി എന്ന് പറഞ്ഞു, ബി ബത്തിനിൽ കഫി എന്ന് പറഞ്ഞില്ല. അപ്പൊ മസ്തുബർദിൽ ആദമിയി മുൻകൈയിന്റെ പള്ള കൊണ്ട് മനുഷ്യന്റെ ഗുഹ്യസ്ഥാനം തൊടലാണ്. അവിടെ ബത്തിനിൽ കഫി എന്ന മുൻകൈയിന്റെ പള്ള കൊണ്ട് എന്നുള്ളത് പറഞ്ഞിട്ടില്ല എന്നൊരർത്ഥം ആ മസ്തുബർദിൽ ആദമിയി എന്നുള്ളത് കൊണ്ട് കിട്ടുന്നില്ല എങ്കിൽ മുസ്ലിം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതും കളവാണ് എന്ന് ആദ്യം പറയുന്നു. കാരണം ഹദീസിൽ കാണാം മൻ മസ്തദക്കറഹു ഫല്യതഹു. ഹദീസിലുണ്ട് ഒരാള് അവന്റെ ദക്കറ് തൊട്ടാൽ അവൻ ഉദൂ ചെയ്യണം. എന്തുകൊണ്ട് തൊടാം? ഇവിടെ ബിബത്തിനിൽ കഫി ഉണ്ടോ? ഈ ഹദീസിൽ ബിബത്തിനിൽ കഫി എന്ന് പറഞ്ഞിട്ടുണ്ടോ? മറ്റൊരു ഹദീസിൽ കാണാം ഇദാ മസ്സ അഹദുകും ദക്കറഹു ഫല്യതഹു. നിങ്ങളിൽ ആരെങ്കിലും ദക്കറ് തൊട്ടാൽ ഫല്യതഹു അവൻ ഉദൂ. എന്തുകൊണ്ട് തൊടുക? ഈ ഹദീസിലും പറഞ്ഞിട്ടില്ല. ഈ ഹദീസുകളിലൊക്കെ ലഭിക്കങ്ങൾ ബിബത്തിനിൽ കഫി എന്ന് വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല.